അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാൽമുട്ട് വേദനയെ കുറിച്ചാണ്. ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ വീഡിയോ ചാനലാണെന്ന് കടമെടുക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു 2-3 വർഷം കൊണ്ട് മുട്ടുവേദന കാരണം നടക്കാനും വയ്യ, ഒരു ജോലി ചെയ്യാനും വയ്യല്ലാത്ത അവസ്ഥയിലായിരുന്നു. പടി കയറാനാണെങ്കിൽ ഒട്ടുമേ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഒരു 2-3 ആഴ്ചയായി ഇൻസ്റ്റയിൽ ഞാൻ ഒരു വീഡിയോ ഉണ്ട്. ഒരാളിട്ടാക്കുന്നതാണ്, ഒരു മിരിങ്ങയിലയും കറിവേപ്പിലയും വെളുത്തുള്ളിയും വെച്ച് നിങ്ങളുടെ മുട്ടുവേദന മാറാന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ അപ്പൊ അതുപോലെ ചെയ്തു. അപ്പൊ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്, നല്ല മാറ്റവും വന്നു, വേദനയും കുറവുണ്ട്. അപ്പൊ ഇപ്പോഴുള്ള എല്ലാവർക്കും മുട്ടുവേദന ആണല്ലോ. അങ്ങനെ എനിക്ക് പരിചയമുള്ളവരുടെ ഒക്കെ ഞാൻ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ പറയും, ഇങ്ങനെ മുട്ടുവേദനയുടെ കാര്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ മരുന്നിന്റെ കാര്യം പറഞ്ഞു. അപ്പം എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഇത് ഇങ്ങനെ പറയണതിനെക്കാട്ടി നല്ലത് എന്റെ യൂട്യൂബിൽ കൂടെ പറഞ്ഞു, അപ്പൊ എല്ലാവരും അറിഞ്ഞോളൂല്ലോ എന്ന് പറഞ്ഞു. അപ്പം ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടണമെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ. ഇനി എനിക്ക് കുറവുണ്ടായിരുന്നു, ഇനി എല്ലാവർക്കും എങ്ങനെയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് മുരിങ്ങയില മാറ്റിക്കളി, ആദ്യം കുറച്ച് മുരിങ്ങയില അതങ്ങനെ നമ്മൾ വൃത്തിയാക്കി വെച്ചതാണ്. അത് ഇടണം. അത് കഴിഞ്ഞ് ആവശ്യമുള്ളതെന്ന് പറയുന്നത് കറിവേപ്പിലയാണ്. അത് മസ്റ്റാണ് കറിവേപ്പില. ഇത് 3 ഇല്ലാത്ത വീടുകൾ അങ്ങനെ ചുരുക്കം കുറവായിരിക്കും. വളരെ എല്ലാ വീട്ടിലും, മിക്ക വീടുകളിലും ഈ 3 സാധനം ഉണ്ടായിരിക്കും. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഇതിന്റെ ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 8-10 എണ്ണം, 10-12 എണ്ണം വേണ്ടി വരും. വലുതാണെങ്കിൽ ഒരു 6-7 അല്ലി മതിയാകും. ഇത് വെളുത്തുള്ളി ചതയ്ക്കണം. ചതച്ച് മിരിങ്ങയിലയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. വെളുത്തുള്ളി ചതച്ചത് അത് കഴിഞ്ഞ് നമുക്കൊരു 3 ഗ്ലാസ് വെള്ളം അതിലോട്ട് ഒഴിക്കാം. ഇതൊന്ന് നല്ലവണ്ണം വെട്ടി തിളയ്ക്കണം. അപ്പൊ നമ്മൾ വെച്ചിട്ടേ ഉള്ളൂ. 3 ഗ്ലാസ് വെള്ളമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതൊരു 2 ഗ്ലാസ് ആവണം. തിളച്ച് ഒന്ന് വറ്റി വരുമ്പോൾ 2 ഗ്ലാസ് ആയിട്ടും ആയിക്കോളും. ഇത് കണ്ടല്ലോ, നല്ലവണ്ണം വെട്ടി തിളയ്ക്കുന്നുണ്ട്. എങ്കിലും ഒരു 5 മിനിറ്റും കൂടെ ഇരുന്നോട്ടെ, എങ്കിലേ അത് വറ്റി വരുള്ളൂ. 3 ഗ്ലാസ് അല്ലേ നമ്മൾ വെച്ചത്, അത് 2 ഗ്ലാസ് ആവണം. എന്നാലേ അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് കുടിക്കാനുള്ളത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം വെറും വയറ്റില് ഇത് കുടിക്കുന്നതാണ് നല്ലത്. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ ഇത് തിളപ്പിക്കും. ഒരു 3-4 ഗ്ലാസ് വെള്ളം അങ്ങ് വെച്ച് പകുതിയാക്കി വെക്കും. എന്നിട്ട് രാത്രി ഭക്ഷണമൊക്കെ നേരത്തെ കഴിച്ചതിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഒരു ഗ്ലാസ് എടുത്ത് ഞാൻ കുടിക്കും. പിന്നെ അതിന് ശേഷം വേറെ ഒന്നും നമ്മൾ കഴിക്കുന്നില്ലല്ലോ. ഇതിന്റെ ബാക്കി കുറച്ച് കാണും. അത് ഞാൻ രാവിലെ തന്നെ എണീക്കുന്ന ഉടനെ തന്നെ ഇതിന്ന് ബാക്കിയുള്ളതിനെ കൂടെ ഞാൻ കുടിക്കും. പക്ഷെ എന്തായാലും ഈ 2 ആഴ്ച കൊണ്ട് ഞാൻ കുടിക്കുകയാണ്. പക്ഷെ ഇത് നല്ല കുറവുണ്ട്. എന്റെ വേദന എല്ലാം ഒരു 95% എന്റെ വേദന മാത്രമേ മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ചു പേർക്കെങ്കിലും അത് പ്രയോജനപ്പെടും. 2 വർഷത്തോളം ഞാൻ ഇതിന് മുട്ടുവേദനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പൊ വേദനയുടെ ഗുളികയായിരിക്കും കൂടുതലും തരണം. എന്തെങ്കിലും പിന്നെ വിറ്റാമിൻ ടാബ്ലറ്റും അതൊക്കെ തരുമായിരുന്നു. അത് കഴിച്ച് തൽക്കാലം ഒന്ന് കുറയും, 2-3 ദിവസം കുറയും. പക്ഷേ സ്റ്റെപ്പ് കയറാൻ വയ്യ, നമുക്ക് ടെറസിന്റെ മുകളിൽ കയറാൻ പറ്റില്ല, തുണികൾ വിരിക്കാൻ പറ്റില്ല, അങ്ങനെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് ഞാൻ കണ്ടത്. ഒരു ഇതിൽ കണ്ടതാണ്, ഇൻസ്റ്റയിൽ കണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് ചെയ്ത് നോക്കിയപ്പം എനിക്കത് ഉപകാരപ്പെട്ട്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ ഇതിനെപ്പറ്റി പറയണ കേട്ടോ. എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇത് വേണമെങ്കിൽ നിനക്കൊരു അവസരം തരാം, എന്റെ യൂട്യൂബ് ചാനലിൽ വേണമെങ്കിൽ ഇട്ടോ, ഞാൻ ഒരു അവസരം തരാം. നീ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് നടക്കണ്ട. എല്ലാരും ചിലരൊക്കെ കാണുമല്ലോ, ഒരു 10 പേരെങ്കിലും കണ്ട അത്രയും പേരെങ്കിലും ഉപയോഗപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ് കേട്ടാ. എന്തായാലും ഇത് കുറയുമെന്നാണ് എൻ്റെ ഇത്. 2 നേരം ഒന്ന് കുടിച്ചു നോക്കും. ഞാൻ ഒരു 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു. എനിക്ക് വേറെ സൈഡ് എഫക്ട്സ് അങ്ങനെ വേറെ ഒന്നുമില്ല, വേറെ ഒരു പ്രശ്നമില്ല, വേറെ വയറുവേദന ഒന്നുമില്ല. എന്നുവെച്ചാൽ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ നമ്മൾ നീരൊക്കെ വന്നു കഴിഞ്ഞാലും അരച്ച് പുരട്ടണത് മുരിങ്ങയിലയല്ലേ.
പിന്നെ വെളുത്തുള്ളി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ അസുഖത്തിനുള്ള ഒരു ഔഷധിയാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. പിന്നെ കറിവേപ്പില നമ്മൾ ഏതിന് വേണോ നമുക്ക് ഉപയോഗിക്കാം. ഈ മൂന്നും എന്ന് പറയുന്നത് ആയുർവേദപരമായിട്ട് ഏറ്റവും നല്ല മരുന്നാണ് ഈ മൂന്ന്. വയറുവേദന വരികയോ അല്ലെങ്കിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല ഈ മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞിട്ട്. ഇത് കുടിച്ചതിന് ശേഷം മുട്ടുവേദന കുറയണതിനോടൊപ്പം തന്നെ കുറച്ച് വയറ് നല്ലവണ്ണം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ് വെയിറ്റ് കുറയ്ക്കാനാണ് പറഞ്ഞത്. വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞ് ഞാൻ ആഹാരം വരെ കുറച്ച് അവസാനം എനിക്ക് എണീറ്റ് കിടക്കാൻ പറ്റാതെ എന്നുവെച്ചാൽ വെയിറ്റ് കുറയണില്ല. ഞാൻ വെള്ളം കുടിച്ചാലും വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. മുട്ടുവേദന പറഞ്ഞാലല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ലാസ്റ്റ് ചെയ്ത ഒരു മരുന്നാണ് ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുട്ടുവേദന കൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മമാരായിരിക്കും, ചേച്ചിമാരായിരിക്കും, അടുത്തുള്ള ആന്റിമാരായിരിക്കും, അച്ഛനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പൊ ആർക്കെങ്കിലും പ്രയോജനപ്പെടും. നിങ്ങൾ അത് ഏകദേശം 3 ഗ്ലാസ് വെള്ളം വെച്ചത് 2 ഗ്ലാസ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതെന്ന് പറഞ്ഞത് തണുത്തതിന് ശേഷമേ ഉപയോഗിക്കാവൂ. അതാണ് ഞാൻ പറഞ്ഞ രാത്രി ഞാൻ തിളപ്പിച്ച് വെച്ച് രാത്രി കുടിച്ചതിന് ശേഷം കുറച്ച് മിച്ചം കാണും. അതിനെ ഞാൻ രാവിലെ എടുത്ത് കുടിക്കുമായിരുന്നു. അപ്പോഴെന്തായാലും എനിക്ക് വേദനയ്ക്ക് നല്ല കുറവുണ്ട്, അതെനിക്ക് പറയാം. വേറെ ഞാൻ ഗുളികകളൊന്നും ഉപയോഗിക്കുന്നില്ല. മുട്ടിലാണെങ്കിൽ ഞാൻ 2 ഇതിലും മറ്റേ നീ ക്യാപ്പ്, ഈ 2 ക്യാപ്പ് മുട്ടിലിടുന്ന ക്യാപ്പാണ് ഇത്. ഞാൻ രണ്ടും ഒരു 3-4 ഉണ്ട് ഇതുപോലെ തന്നെ. ഇത് മാറി മാറി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കിടക്കുന്ന സമയത്ത് പോലും എനിക്കിത് മാറ്റി വെക്കാൻ തോന്നില്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ അത്രയ്ക്ക് വേദനയായിരുന്നു. ഉറങ്ങി എണീറ്റ് രാവിലെ ഒന്ന് എണീറ്റ് കിട്ടണമല്ലോ നമുക്ക്, മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്തായാലും ഈ ഇത് വേദന കുറഞ്ഞതിന് ശേഷം ഇത് ഉപയോഗിക്കുന്നില്ല. അടുത്തുള്ള കടകളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇതൊന്നും കെട്ടാതെ തന്നെ പോകുന്നത്. അതുകൊണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളത് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോ ഞാൻ അരിച്ചെടുത്ത് വെക്കുകയാണ്. തണുത്തതിന് ശേഷം മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ, രാത്രിയെ കുടിക്കുള്ളൂ. ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിപ്പോ ചെയ്തതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.